പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാര്യം ആത്മീയ സന്തോഷത്തിൽ കുറേ ചേരുവകളുണ്ട്. ആത്മീയ സന്തോഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ, ഇപ്പം നമുക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ സന്തോഷമുണ്ടാകും, ചിലപ്പോൾ ദുഃഖമുണ്ടാകും, ചിലപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ടാകും. ആ വ്യക്തികളുടെ ജീവിത രീതികളും പണ്ട് നമ്മുടെ പഴയ ചില നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ വ്യക്തിയെ കൊണ്ടുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവം മാറും, അല്ലേ? അപ്പോഴേ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതെങ്ങനെ അറിയാൻ പറ്റും? മുഖത്തുനിന്ന് അറിയാൻ പറ്റും, ഇല്ലേ? ഇപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? സന്തോഷം. എന്താ കാര്യം? സന്തോഷത്തിൽ വിശ്വാസമുണ്ട്, സന്തോഷത്തിൽ പ്രത്യാശയുണ്ട്, സന്തോഷത്തിൽ ദൈവസ്നേഹമുണ്ട്. എല്ലാ ദൈവിക പുണ്യങ്ങളും ഇപ്പം സാധാരണ ഞങ്ങൾ ദൈവശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പറയണത് പ്രൂഡൻസ് ഇസ് ദ ക്വീൻ ഓഫ് വെർച്യൂ എന്നാണ്. എന്താണ്? വിവേകമാണ് പുണ്യങ്ങളിൽ രാജ്ഞിയായിട്ടുള്ളത്. അത് ക്വീനാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കണത്, ക്വീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാകണം? കിങ് ഉണ്ടാവും, അല്ലേ? എല്ലാ വേർഡ്സിൻ്റെ കിങ് എന്താ? ജോയ്. ജോയ് ഈസ് ദ കിങ് ഓഫ് വെർച്യൂസ്. സന്തോഷമാണ് എല്ലാ പുണ്യങ്ങളുടെയും രാജാവ്. എന്താ കാര്യം? പുണ്യങ്ങളിലെ കാരണം നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെല്ലാം ഇവിടെ കേട്ടില്ലേ? സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ മക്കൾക്ക് തോന്നുന്നത്? അവരെല്ലാം നമ്മളെപ്പോലെയുള്ളവരാണ്, അല്ലേ? അല്ലാതെ ഒത്തിരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആധ്യാത്മിക നിലവാരങ്ങൾ പുലർത്തുന്നവരാകൂടെ കൂട്ടത്തിലില്ല. സാധാരണ നമ്മളെപ്പോലുള്ള പ്രാർത്ഥന ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. പക്ഷെ അവരുടെ ജീവിതത്തിലെ നമ്മളെപ്പോലൊരു വിഷയം വന്നപ്പോൾ ദൈവം പച്ചക്ക് നേരിട്ട് ഇടപെട്ടതാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? ആ ദൈവം തന്നെ എൻ്റെ ജീവിതത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ഇടപെട്ടിരിക്കും. ഞാനും കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കും. ഒന്ന് പറഞ്ഞ്, ഞാനും കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കും. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ സാക്ഷ്യവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ആ കുഞ്ഞു പറഞ്ഞത്, എൻ്റെ പേര് ലിറ്റിമോൾ വർഗീസ്, ഞാൻ എടത്വായിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഓഗസ്റ്റ് മാസം OET എക്സാം എഴുതിയായിരുന്നു. മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നിട്ടാണ് എക്സാം എഴുതിയത്. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ജോലി പോലും റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇതിന് ഭയങ്കര ചിലവുമാണ്. 33,000 രൂപയാണ് OET എക്സാമിന് ഫീസ് തന്നെ. അപ്പോൾ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയത് മുഴുവനും ഇതിനു വേണ്ടി തന്നെ പോകുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ എന്തായാലും ട്രൈ ചെയ്യാം, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം ഒന്നുകൂടെ ഒന്ന് നോക്കാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒക്ടോബറിലേക്ക് ഡേറ്റ് എടുത്തു. അങ്ങനെ ഒക്ടോബറിൽ ഞാൻ ഒന്നുകൂടെ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ മമ്മിയുടെ അനിയത്തി മമ്മിയോട് പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്,
അവിടുത്തെ മാതാവിനോട് പോയി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി എന്നോടും പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് CBT എക്സാം, UK പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് CBT എക്സാം ഉണ്ടായിരുന്നു. അത് കോച്ചിങ്ങിനൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു. 4000 രൂപ 4 ദിവസത്തെ ക്ലാസ്സിനായിരുന്നു. അപ്പോൾ അത്രയും കാശില്ലാത്തതിനാൽ ഞാൻ പോയില്ല. ഇനി അതിനൂടെ കാശ് ചിലവാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അതിന് പോകാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു കൃപാസന മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ കോച്ചിങ്ങിനായിട്ട് പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചു. CBT എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപം കൊണ്ടായിരുന്നു പോയത്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ആൻസറും ക്ലിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുൻപേ തന്നെ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്നുള്ളത്. അവൾക്ക് കോഴ്സിന് പോകാനുള്ള അത്രയും കാശ് വീട്ടിലില്ലായിരുന്നു അല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സാക്ഷ്യം. കോഴ്സിന് പോകേണ്ടതാണ്, പരീക്ഷയ്ക്ക് IELTSനോ എന്തോ ഒരു നൈപുണ്യ പരീക്ഷയ്ക്കാണ്. അപ്പോൾ കോഴ്സിന് പോകേണ്ടതാണ്, പക്ഷേ വീട്ടിലെ പരുവം കോഴ്സിന് കാശ് കിട്ടാനുള്ള സാധ്യത ഇപ്പോഴുള്ളതല്ല. അപ്പോൾ എന്ത് ചെയ്ത് അവളെന്നാ ചെയ്ത് തണുക്ക ഇരുന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി ചെയ്തിട്ട് അമ്മയെ ആ കേസിൽ കക്ഷി ചേർത്ത്. ഉടമ്പടി എന്ന് പറയുന്നത് അമ്മയെ കക്ഷി ചേർക്കണ ഒരു പ്രാർത്ഥനയാണ്. നിൻ്റെ കേസിൽ അമ്മയെ കൂടി ടാഗ് ചെയ്തെടുക്കും. ഇപ്പം ഞാനിപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? ടാഗ് പ്രയറാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലേ? നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ലല്ലോ പ്രാർത്ഥിച്ചത്. എന്നാ പ്രാർത്ഥനയാണ്? ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി സന്ധ്യയ്ക്ക് പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്നാ? ടാഗ് പ്രയറാണ്. ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിൽ നടക്കുന്ന പ്രാർത്ഥനയോട് നിൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയെ ഞങ്ങൾ ടാഗ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്താ? നിൻ്റെ കുടുംബത്തിലെ വിഷയങ്ങൾ നിനക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ കൈകാര്യം ചെയ്യാൻ പറ്റണതല്ല. അതിനുള്ള ആധ്യാത്മികമായ ആരോഗ്യമോ സെറ്റപ്പും നിനക്കില്ല. അപ്പം നീ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് നടക്കുന്ന എല്ലാ ആരാധനകളും ആയിരക്കണക്കിന് മനുഷ്യരുടെ ആരാധനകളാണ് നിൻ്റെ ഒറ്റ വിഷയത്തിന് വേണ്ടി ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ഒറ്റ പ്രാർത്ഥനയായിട്ട് അത് പോകത്തില്ല. കർത്താവിൻ്റെ തിരുസ്ഥലിൽ എത്തണത് 10,000-കണക്കിന് പ്രാർത്ഥനയായിട്ടാണ് കാര്യം പോകുന്നത്. കാരണം ഈ ടാഗ് പ്രയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഇപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന. ചില ആൾക്കാർ പറയും മനുഷ്യൻ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്, അല്ല ഇങ്ങനെ ഉച്ചയും ബഹളവും സ്തുതിയും ഉണ്ടാക്കി കൂട്ടമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നതിനുപരി ശാന്തവും സൗമ്യമായ തപസ്സിനെ പോലെ യമനിയമ ആസനം, പ്രാണായാമ, പ്രത്യാസനം, നിധിധ്യാസന, സമാധി പോലെ ആധ്യാത്മികമായ ശാസ്ത്രവിധി പ്രകാരമുള്ള ഇന്ത്യൻ രീതി അനുസരിച്ചുള്ള ഒരു ഇൻറ്റീരിയർ പ്രെയർ, ആന്തരിക പ്രാർത്ഥനയാണ് എനിക്കിഷ്ടം എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അത് പറയുന്നതിൽ തെറ്റില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എവിടെയെങ്കിലും മൂലക്ക് പോയി ഒറ്റ കുത്തിയിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുണ്ടാകണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റക്കൊന്നും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ വരുമ്പോൾ മക്കളെല്ലാവരും ഉണ്ടാകണം. അതാണ് എൻ്റെ പ്രശ്നം. അതാണ് നമ്മുടെ ഈ കൂട്ടപ്രാർത്ഥനയുടെ ഒരു പവറെന്ന് പറയണത്. എന്താ? കർത്താവ് പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സഭയ്ക്ക് ബാധ്യത കർത്താവ് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാനേ ഉള്ളൂ. ലോകമതങ്ങളിലും സംസ്കാരങ്ങളിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? ഹെബ്രായ ലേഖനം 1:1 പൂർവ്വകാലങ്ങളിൽ പല പ്രവാചകന്മാർ മുഖേന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലത്ത് തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. കൈ അടിച്ചു കർത്താണ്. ഹെബ്രായർ 1:1 പൂർവ്വകാലങ്ങളിലെ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം പല പ്രകാരം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലത്ത് തൻ്റെ പുത്രൻ വഴി ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പുത്രൻ വഴി ദൈവം നമ്മളോട് എന്ത് സംസാരിച്ചു അതിന് മാത്രം അനുസരിക്കാൻ മാത്രമേ
നമുക്ക് ബാധ്യതയുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് സമൂഹമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ അത് സ്വർണമായി മാറണത്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സിൽവറിൻ്റെ ഗ്രേഡാണ് ഉള്ളത്. ഇപ്പം ടാഗ് പ്രയറിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ഉടമ്പടി ചെയ്തു പോകുന്ന നമ്മളെല്ലാവരും ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോഴേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാതെ പറയണ ഒരു കാര്യമുണ്ട്. എന്താണ്? അപ്പോൾ ആ മകളുടെ കാര്യം അവൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച കാര്യം, അവരുടെ ആ ഒരു മാനസികാവസ്ഥ, കുടുംബത്തിലെ രോഗങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിയുടെ പരിമിതി, ഓർമ്മശക്തിയുടെ കുറവ്, എല്ലാം കൊണ്ടും അവളുടെ അസൈൻമെൻറ്റുകൾ നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു വലിയ ഹോംവർക്ക്, ഗൃഹപാഠം ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം BSc സ്റ്റുഡൻസിനൊക്കെ എന്താ ചെയ്യണത്? ചേട്ടന്മാരും ചേച്ചിമാരും റെക്കോർഡ് എഴുതി കൊടുക്കുകയാണ് ചെയ്യണത്. ഇല്ലേ? അവർക്ക് എഴുതാൻ പറ്റത്തില്ല. അവർക്ക് ഒറ്റ എഴുതാണെങ്കിൽ എഴുതാൻ പോലുള്ള സമയം പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക? ആ ഹോംവർക്കുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതെല്ലാവർക്കും യൂണിവേഴ്സിറ്റിക്കും അറിയാം. ഇത് ഹെൽപ്പ് കിട്ടിയിട്ടാണ് ഈ ഹോംവർക്കൊക്കെ എഴുതിക്കൊണ്ട് വരണം എന്നുള്ളത്. ഇല്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഹോംവർക്കുകൾ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഉടമ്പടിയിൽ അതാണ് സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഭാരത മീമാംസകളിലെ, ആധ്യാത്മിക മീമാംസകളിലെ 2 ന്യായങ്ങളുണ്ട്. എന്താണ്? മർക്കട ന്യായവും മാർജാര ന്യായവും. ന്യായം എന്ന് പറഞ്ഞാൽ എന്താ? മെത്തേഡ്, രീതിശാസ്ത്രം. ഇപ്പം 2 ആധ്യാത്മിക രീതിശാസ്ത്രങ്ങളുണ്ട്. ഒന്ന് മർക്കട ന്യായം, രണ്ടാമത്തത് മാർജാര ന്യായം. മർക്കടൻ എന്ന് പറഞ്ഞാൽ ആരാ? അറിയത്തില്ലേ? കുരങ്ങിൻ്റെ ന്യായം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അപകട അവസ്ഥ വന്ന് കുരങ്ങ് കുഞ്ഞിനെയും കൊണ്ടിരിക്കുക. അപ്പോഴാണ് വേട്ടക്കാരൻ തോക്ക് ചൂണ്ടണത്. കുരങ്ങ് എന്നാ ചെയ്യും? കുരങ്ങ് കുഞ്ഞിനെ എടുത്ത് മുതുകത്ത് വെക്കും. എന്നിട്ട് ഓരോ മരത്തിൽ നിന്ന് ചാടി വെട്ടക്കാരൻ്റെ കണ്ണിൽ നിന്ന് മറയും, കുഞ്ഞിനെ സംരക്ഷിക്കും. അപ്പോൾ കുഞ്ഞെന്നാ ചെയ്യേണ്ടത്? ചാടണ ചാട്ടത്തിലൊക്കെ തള്ളക്കുരങ്ങിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇരിക്കണം. അതാണ് ന്യായം, മർക്കട ന്യായം. ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ കുഞ്ഞ് തള്ളിപ്പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ തെറിച്ചു പോകും. അപ്പോൾ റോളെന്താ? കൊച്ചിൻ്റെ കയ്യിലും റോളുണ്ട്. കുഞ്ഞിന് അതിൻ്റെ പങ്കുണ്ട്. കുഞ്ഞ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊമ്പിലോട്ട് ചാടുമ്പോൾ ഈ സാധനം തെറിച്ചു പോകും. അതാണ് മർക്കട ന്യായം. അതെ. ഇനി മാർജാരൻ എന്ന് പറഞ്ഞാൽ എന്നാ? പൂച്ച ഇതുപോലെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? കൊച്ചിനെ കടിച്ചെടുക്കും. ഇല്ലേ? കൊച്ചിനെ കടിച്ചെടുത്തിട്ടാണ് മച്ചിൻ്റെ മുകളിലോട്ട് കയറണത്. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. അല്ലേ? കുഞ്ഞിങ്ങനെ ചോദിച്ചില്ല പോലെ തളർന്ന് കിടക്കുകയുള്ളു. ചാടണത് ഓടണം ആര്? തള്ളപ്പൂച്ചയായിരിക്കും ചാടണത് ഓടണത്. കാര്യം കുഞ്ഞിനവിടെ ഒന്നും ചെയ്യാനില്ല. അതാണ് ഈ ഉടമ്പടി ഫോളോ ചെയ്യണത്. മാർജാര ന്യായമാണ്. എന്താ കാര്യം? കുഞ്ഞിനവിടെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ആ അമ്മകൾ പറഞ്ഞില്ലേ 9 കൊല്ലമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല. ആ സാക്ഷ്യം കേട്ടില്ല നിങ്ങൾ? എൻ്റെ പേര് ലിസ സോജൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് എൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ സാക്ഷ്യം പറയാനാണ്. അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി, മക്കളില്ലായിരുന്നു. അവളെ കെട്ടിച്ചതാണെങ്കിൽ വീട്ടിൽ ആണും പെണ്ണുമായിട്ട് ഒരു മോൻ മാത്രമേ ഉള്ളൂ. അവർക്ക് വളരെ സങ്കടമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ആ പിറ്റേ ആഴ്ച തന്നെ ഞാൻ ആ തൈലവും ആ ഉപ്പും എല്ലാം ആയിട്ട് ഞാൻ ഖത്തറിന് പോയി. അവൾക്കെന്നും വിശ്വാസപ്രമാണം ചൊല്ലി അതെല്ലാം പെരട്ടിക്കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ അവൾ 2 മാസം ഗർഭിണിയാണ്. 9 കൊല്ലമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല. അപ്പോൾ ഇനി എന്താ? ശാസ്ത്രത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി ശാസ്ത്രത്തിന് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും മുടക്കുള്ള ചികിത്സയായിരിക്കും.
അതിന് ആ കുടുംബത്തിന് ആപത്തില്ല, അവിടെ റോളില്ല ആ കുടുംബത്തിന്. ഈ ന്യായം മാറണത് എപ്പോഴാണ്? വിഷയം വ്യക്തിയേക്കാൾ വളരുമ്പോഴാണ് വിഷയം. ഇപ്പം നമുക്കുണ്ടാകുന്നൊരു വിഷയം ചില സമയത്ത് വ്യക്തിയേക്കാൾ താഴ്ന്നതായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ മർക്കട ന്യായമാണ് ഉപയോഗിക്കുന്നത്. വിഷയം ചിലപ്പോൾ വ്യക്തിയേക്കാൾ വലുതായിരിക്കും. വിഷയം വ്യക്തിയേക്കാൾ വലുതാണെങ്കിൽ സ്വാഭാവികം അവിടെ എന്താണ്? അവിടെ നമ്മൾക്ക് വലിയ റോളില്ല. അവിടെ എന്താണ്? ദൈവം തന്നെയാണ് നേരിട്ട് ചെയ്യേണ്ടത്. ഉടമ്പടി ഫോളോ ചെയ്യണത് അതാണ്. ഇത് ഉടമ്പടിയുടെ ഒരു കണ്ടുപിടുത്തമല്ല ശരിക്കും. പഴയ കാലങ്ങൾ അതെല്ലാം മോസസ് പറയണത്, ജെറിക്കോ പട്ടണം നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അത് രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത്, നിങ്ങളെക്കാൾ യുദ്ധ നൈപുണ്യമുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. ഇപ്പം ചില ആൾക്കാരെ ഇന്നത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ കുറേ മനുഷ്യർ ഇന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരെ ഇവിടുന്ന് തന്നിട്ടുള്ള സമയത്തും അല്ലാത്ത സമയത്തും പ്രാർത്ഥനയോടെ തന്നെ ഇങ്ങനെ രാവും പകലും വ്യാപരിക്കണം. ഈ പ്രാർത്ഥനയോടെ തന്നെ വ്യാപരിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയാതെ പറയണമെന്നറിയാവോ? എന്താണ് പറയണത്? കുറേ വചനങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ തന്നെ വ്യാപരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയാതെ പറയുന്ന, നമ്മുടെ ശരീരഭാഷയെന്ന് ദൈവം വായിച്ചെടുക്കണ കുറച്ച് വചനങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ തന്നെ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷയെന്ന് ദൈവം വായിച്ചെടുക്കണ കുറേ വചനങ്ങളുണ്ട്. എന്താണ് വചനങ്ങൾ? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് തന്നെയാണ് അതാണ് 6:69 യോഹന്നാനിൽ നമ്മൾ വായിക്കും. അതുതന്നെയാണ് നടപടി പുസ്തകം 4:12 നമ്മൾ വായിക്കുന്നു. മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ രക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പോകത്തില്ല. കർത്താവിൻ്റെ കൺമുമ്പിൽ തന്നെ നിൽക്കും. അതിന് ശരണമെന്ന പുണ്യമെന്ന് പറയും. പ്രാർത്ഥനയിൽ തന്നെ വ്യാപരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണ്? ശരണമെന്ന പുണ്യമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ.